നല്ല നമസ്കാരം. മോളിവുഡ് ടൈംസ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഡാർക്കാണ്, മൊത്തത്തിൽ ഡാർക്കാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണം എന്ന് തന്നെ ഇല്ല. സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്ക്, സിനിമയെക്കുറിച്ച് അല്പമെങ്കിലും അറിയുന്നവർക്കൊക്കെ ചിലപ്പോൾ ഇത് സിനിമ ഇഷ്ടപ്പെടും. മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ് ഓർമ്മയുണ്ടല്ലോ, ആ ഒരു സാധനം മലയാളികളെ മൊത്തത്തിൽ ഞെട്ടിച്ച ആ ഒരു ഡാർക്ക് ഹ്യൂമർ ആ പടത്തിന് ശേഷം സംവിധായകൻ അഭിനവ് സുന്ദർ നായക് തൻ്റെ രണ്ടാമത്തെ വെടിക്കെട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു രീതിയിൽ പറഞ്ഞാൽ ഈ ഡാർക്ക് കോമഡി എല്ലാവർക്കും വർക്കാവണം എന്നില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഓക്കെ, എന്തായിരുന്നാലും ഈ സിനിമയുടെ കഥയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സിനിമയെ സ്നേഹിക്കുന്നവർക്കുള്ള ഒരു സിനിമയല്ല ഇത്. പകരം സിനിമയെക്കുറിച്ചുള്ള ഒരു ഹേറ്റ് ലെറ്റർ, അങ്ങനെയുള്ള ഒരു സാധനമാണ്. മലയാള സിനിമയിലെ ചതി, വഞ്ചന, ഗ്രൂപ്പിസം, ഫേക്സ് ലവ്, ഇതിനൊക്കെയാണ് അടിയൊഴുക്കുകൾ കൃത്യമായി അണ്ണാക്കിൽ കഴുകാതെ തരുന്ന ഒരു കിടിലൻ ഡാർക്ക് ഹ്യൂമർ പടമാണ് നമ്മുടെ നസ്ലിൻ അവതരിപ്പിക്കുന്ന. അതോടൊപ്പം തന്നെ വിനീത് മാധവൻ എന്ന് പറയുന്ന അഹങ്കാരിയും വാശിക്കാരനുമായിട്ടുള്ള ഒരു യുവ സംവിധായകൻ്റെ കഥയാണിത്. അയാൾക്ക് മലയാളത്തിലെ ഏറ്റവും വലിയ ഹൊറർ പടം ചെയ്യണം. ജഗദീഷ് ചേട്ടൻ്റെ കഥാപാത്രം എഴുതുന്ന ഒരു നോവൽ നിന്നാണ് ഈ സിനിമയുടെ കഥ തുടങ്ങുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് കള്ളത്തരങ്ങൾ കാണിക്കുന്നവർ എങ്ങനെ ജയിക്കുന്നു, സത്യസന്ധമായി നിൽക്കുന്ന നായകൻ എങ്ങനെ കോമാളിയാകുന്നു, ഒടുവിൽ അയാൾ പെട്ടുപോകുന്ന ഒരു വിചിത്രമായിട്ടുള്ള ലൂപ്പിലാണ്. ഓക്കെയാണോ സിനിമയുടെ ആ ഒരു കോറ്? അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. യെസ്, അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില സാധനങ്ങൾ, ഈ സിനിമയുടെ ഒരു പോസിറ്റീവ് വശങ്ങളിലേക്ക് നോക്കിയാൽ നസ്ലിൻ്റെ ഒരു മാസ്മരികമായിട്ടുള്ള ഒരു ഓറ മക്കളെ കിടിലം നസ്ലിൻ തകർത്ത് വാരിയിട്ടുണ്ട്. കോമഡി പയ്യൻ റോളിൽ നിന്നും ആ ഒരു ഇതിൽ നിന്നും മച്ചാൻ്റെ ഒരു മെച്യൂർഡായിട്ടുള്ള ഒരു ആക്ടറായിട്ട് സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ഒരു ഹീറോ മെറ്റീരിയലായിട്ട് ആ ഒരു ഓറ വന്നിട്ടുണ്ട്. പിന്നെ വിനീത് ശ്രീനിവാസൻ്റെ ഷോ, വിനീത് ശ്രീനിവാസൻ സ്ക്രീനിൽ വന്നതിന് ശേഷമാണ് ഈ സിനിമ മൊത്തത്തിൽ അങ്ങ് മാറുന്നത്. ആ പടത്തിൻ്റെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ക്രൂമ ബുദ്ധിയുള്ള ഒരു മനുഷ്യനായിട്ട് പുള്ളിയും തകർത്തിട്ടുണ്ട്. പിന്നെ 90s കിഡ്സിൻ്റെ നൊസ്റ്റു മോനെ, എനിക്ക് പടത്തിൽ ആ ഒരു പഴയ ഒപ്റ്റോമണിക് VCR, അതോടൊപ്പം തന്നെ പിന്നെ ഇത് മോട്ടോറോളയുടെ ഫോണ്, പിന്നെ ഇത് മമ്മി, ഞാൻ ന്യൂ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. അങ്ങനെയുള്ള ഒരു കുറേ നല്ല 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 മെമ്മറീസ് തിയേറ്ററിൽ പോയി അന്ന് ആദ്യമായിട്ട് അനുഭവിക്കുന്ന ഒരു DTS സൗണ്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോകുന്ന കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇതിനകത്ത്. അതൊക്കെ നല്ല ഗംഭീരമായിട്ട് വർക്കായി. തിയേറ്ററിനകത്ത് തന്നെ ആ പഴയ പണ്ട് നമ്മൾ തിയേറ്ററിൽ അനുഭവിച്ച അതേ സാധനം ഇങ്ങനെ സറൗണ്ടിൽ ഇങ്ങനെ വരുമ്പോൾ ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ ആ ഒരു പഴയ സാധനം കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു വികാരം, അതൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ജാക്ക് ബിജോയുടെ BGM വേറെ ലെവലായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലെ ആ ഒരു റാപ്പ് സോങ് ഒക്കെ കീട്ടില്ലം പ്രത്യേക ഒരു എലിവേഷൻ തന്നെ തരുന്നുണ്ട് അതിന് ഇദ്ദേഹത്തിൻ്റെ പിന്നെ BGM. അതോടൊപ്പം തന്നെ ഇതിൽ എനിക്ക് സിനിമയിൽ പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ള ചില സാധനങ്ങൾ, സിനിമ ഇത്തിരി ദൈർഘ്യം കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. 2 മണിക്കൂർ 23 മിനിറ്റ് എന്തോ ഉണ്ട് സിനിമ. പക്ഷേ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് പിന്നെ സിനിമ ചിലയിടത്തൊക്കെ ഡ്രാഗ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. സെക്കൻഡ് ഹാഫിലെ ലൂപ്പ് മൊത്തത്തിലൊരു കൺഫ്യൂസ് ആക്കുന്നുണ്ട്. രണ്ടാമത്തെ പകുതിയിൽ കഥ നടന്നു പോകുന്ന ആ ഒരു ലൂപ്പ് എല്ലാവർക്കും അത് വർക്കാവുമോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. എനിക്ക് സീരിയസ്ലി എനിക്ക് കണക്റ്റ് ആയില്ല കേട്ടോ. അത് ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിൽ ഒരുപാട് ചീത്ത വിളിക്കുന്നുണ്ട്. മലയാള സിനിമയിൽ ഇപ്പോൾ ചീത്ത വിളിക്കുക, തെറി വിളിക്കുക എന്നത് ഒരു നോർമൽ ആയിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ ഇതിൽ തന്നെ സംഗീതമായിരുന്നാലും അതോടൊപ്പം തന്നെ നസ്ലിനായിരുന്നാലും എല്ലാവരും ചീത്ത വിളിക്കുന്നുണ്ട്. പക്ഷേ ഈ വിനീത് ശ്രീനിവാസൻ്റെ കഥാപാത്രം മാത്രം ഇടയ്ക്ക് മൂന്നിടത്തൊന്നും ചീത്ത വിളിക്കുന്നുണ്ട്. പക്ഷെ അവിടെ എല്ലാം മ്യൂട്ട് അമർത്തിയിട്ട് ലാസ്റ്റിൽ മാത്രമായിട്ട് വിളിച്ചു പോയതിൻ്റെ ആ ഗുണ്ടൻസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ചത്തുപോയി കഴിഞ്ഞിട്ട് പോകുമ്പോൾ വളിയും വിട്ട് പോകുന്ന ആ ഒരു കൺസെപ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൽ പക്ഷേ വരുന്ന സമയത്ത് എവിടെയോ എന്തോ പറന്ന് നടക്കുന്നു എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു സാധനമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൽ ഈ ദൈവവിശ്വാസിയായിട്ടുള്ള മനുഷ്യരും ദൈവവിശ്വാസമില്ലാതെ ശാസ്ത്രത്തിൽ മാത്രം വിശ്വസിക്കുന്ന മനുഷ്യരും തമ്മിലുള്ള ആ ഒരു അന്തരത്തെ അവസാനം കൊണ്ട് ദൈവത്തിൽ തന്നെ കൊണ്ട് വച്ചിട്ടുള്ള ആ ഒരു ഡാർക്ക്നെസ് എനിക്ക് അത്ര അങ്ങ് ദഹിച്ചിട്ടില്ല. പിന്നെ അതോടൊപ്പം തന്നെ ഈ സിനിമയ്ക്കകത്തെ സിനിമ ഉണ്ടല്ലോ, ആ ചില സാധനങ്ങൾ, ചില വിഷ്വലുകൾ, അതൊന്നും ഒരു സീരിയൽ ടൈപ്പ് മേക്കിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൽ ആകെപ്പാടെ എനിക്ക് എന്തെങ്കിലും ഇത്തിരി ഇഷ്ടപ്പെട്ടത് CGF, പിന്നെ ഡയറക്ടറിന്റെ കസേരയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ തിരമാല വന്നടിക്കുന്നില്ലേ, ആ സാധനം മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. മറ്റതെല്ലാം ഒരുമാതിരി എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഒരു സീരിയലായിരുന്നു ആ സാധനം. സിനിമയ്ക്കകത്തെ ലൂപ്പാണ് ഞാൻ പറയുന്നത്. അതൊന്നും ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ
എനിക്ക് തോന്നിയത് ഒരു കാര്യം എന്ന് പറയുമ്പോൾ മൂവി റിവ്യൂസിന്റെ ആ ഒരു ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ അസ്വസ്ഥനാണ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആ ഒരു രീതി കാലങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ആ കാലഘട്ടത്തിൽ ഈ നാന അല്ലെങ്കിൽ സിനിമ മാസിക പോലുള്ള സാധനങ്ങളിൽ എഴുത്ത് മാത്രമായിരുന്നു സിനിമ നിരൂപണമായിട്ട് വന്നിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ അങ്ങനെ ടി വിയിൽ അങ്ങനെ മൂവി റിവ്യൂ ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നോ എന്നൊരു എനിക്കൊരു സംശയമുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ എനിക്ക് വർക്കാവാത്ത ഒരു ചെറിയൊരു സാധനം എന്ന് പറയുമ്പോൾ പണ്ടത്തെ CD VCR അതുപോലത്തെ പിന്നെ ഇതിൽ പിന്നെ കേസറ്റ് വെച്ചുള്ള റെക്കോർഡിങ് ചെയ്യുന്ന ക്യാമറയിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആ റെക്കോർഡിങ്, ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ആ റെക്കോർഡിങ് എനിക്ക് അത്ര അങ്ങ് വർക്കൗട്ട് ആയിട്ടില്ല. സിനിമയിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടുന്ന അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കൈ തന്നു കഴിഞ്ഞാൽ ആ കയ്യിൽ പിടിച്ച് കയറുക എന്നുള്ളതാണ് ഈ പിന്നെ പൊതുവെ എല്ലാ സിനിമാ ലോകത്തും നടക്കുന്ന സംഭവങ്ങൾ. ആ സംഭവത്തെ ഇത് ആരുടെയെങ്കിലും വാശിപ്പുറത്ത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഇരിക്കുന്നത് ഒരു സിനിമ ഇതല്ലല്ലോ. ഇതിൽ ഈ സിനിമയ്ക്കകത്ത് തന്നെ പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് സിനിമ എന്ന് പറയുന്നത് ഒരു പിന്നെ ടീം വർക്കാണ് എന്ന് പറയുന്നത് പോലെ. അപ്പോൾ അങ്ങനെ ഒരു ടീം വർക്കിന് വേണ്ടി ചിലപ്പോൾ ചില ആൾക്കാർ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അല്ലാതെ എൻ്റെ വിധി എൻ്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞ ആ ഒരു വാശിയിൽ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മൂഞ്ചി കുത്തിപ്പാള എടുത്തുകൊണ്ട് പോകത്തേ ഉള്ളൂ. അതിനപ്പുറം വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം അങ്ങനെയാണ് ഈ സിനിമ തന്നെ ചീത്ത വിളിച്ചുകൊണ്ട് പറയുന്ന സാധനം അത് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഹോളിവുഡ് ടൈംസ് എല്ലാവർക്കും കപ്പ് ഓഫ് ടീ പോലെ ആയിരിക്കണമെന്നില്ല. തിയേറ്ററിൽ പോയി പിന്നെ പൊട്ടിച്ചിരിച്ച് കണ്ണു നിറഞ്ഞു മണ്ണും കപ്പി വരേണ്ട ഒരു സിനിമയും അല്ല ഇത്. ഇത് സിനിമയെക്കുറിച്ച് അല്പമെങ്കിലും അറിയുന്നവർ അല്ലെങ്കിൽ ഈ റിവ്യൂ മറ്റു കാര്യങ്ങളൊക്കെ കാണുന്നവർ അല്ലെങ്കിൽ സിനിമകളുടെ ഇന്റർവ്യൂ ഒക്കെ കാണുന്നവർക്കൊക്കെ ഇത് സ്വല്പം കൂടി കണക്റ്റ് ആകും എന്നുള്ളതാണ്. അങ്ങനെ എല്ലാവരും പോയി ഈ സിനിമ കണ്ടിട്ട് കൊള്ളൂല എന്ന് പറയാൻ പറ്റില്ല. വർക്കാവുന്നവർക്ക് മസ്റ്റ് വാച്ചാണ്, ഒരു വെറൈറ്റി പരീക്ഷണ ചിത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. താങ്ക്